മണ്ണാങ്കട്ടയും കരിയിലയും. പണ്ട് പണ്ട് ദൂരെ ഒരിടത്ത് അതിമനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ ഒട്ടേറെ കൂട്ടുകാർ ഒന്നിച്ച് താമസിച്ചിരുന്നു. കാക്കയും പൂമ്പാറ്റയും ഉറുമ്പുകളും അണ്ണാറക്കണ്ണനും എല്ലാം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എഴുന്നേൽക്കൂ കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ജോലി ആരംഭിക്കാം, ഒരു അപ്പുപ്പൻ കാക്ക തന്റെ കൂട്ടുകാരോട് പറഞ്ഞു. അപ്പുപ്പൻ കാക്കയുടെ വാക്കുകൾ കേട്ട് കൂട്ടുകാർ അവർക്കായുള്ള ഭക്ഷണം തേടി പുറത്തേക്ക് പോയി. പൂമ്പാറ്റകൾ പൂക്കളിൽ നിന്ന് തേൻ നുകരാനും ഉറുമ്പുകളും അണ്ണാന്മാരും അവർക്കായുള്ള ധാന്യങ്ങൾ തേടി പോയി. കുറച്ചു മാറി ദൂരെ ഒരു സ്ഥലത്ത് ഒരു മണ്ണാങ്കട്ടയും ഒരു കരിയിലയും ഉണ്ടായിരുന്നു. അപ്പുപ്പൻ കാക്കയുടെ വാക്കുകൾ കേട്ടപ്പോൾ മണ്ണാങ്കട്ട കരിയിലയോട് ചോദിച്ചു, നമുക്ക് ചെയ്യാൻ ജോലിയൊന്നുമില്ലേ? നമുക്കൊന്ന് നടക്കാൻ പോയാലോ? കരിയില ചോദിച്ചു. മണ്ണാങ്കട്ട സമ്മതിച്ചു. പോകുന്നതൊക്കെ കൊള്ളാം, മഴയെങ്ങാനും വന്നാ മണ്ണാങ്കട്ട അലിഞ്ഞു പോകും. അവരുടെ പദ്ധതി കേട്ട പൂമ്പാറ്റ പറഞ്ഞു. കാറ്റടിച്ചാലോ? കരിയില പറന്നും പോകും. ഉറുമ്പ് പറഞ്ഞു, സാരമില്ല കൂട്ടുകാരെ, ഞങ്ങൾ പരസ്പരം ഞങ്ങളെ ശ്രദ്ധിച്ചു കൊള്ളാം, ഞങ്ങളൊന്ന് നടന്നിട്ട് വേഗം വരാം. മണ്ണാങ്കട്ടയും കരിയിലയും കൂട്ടുകാരോട് യാത്ര പറഞ്ഞു നടക്കാനിറങ്ങി. അവര് മെല്ലെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷപൂർവ്വം നടക്കാൻ തുടങ്ങി. ഒരു സ്കൂളിന്റെ മുറ്റത്തെത്തിയപ്പോൾ ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. അയ്യോ കൂട്ടുകാരാ, ഞാനിപ്പോ പറന്നു പോകുമല്ലോ, കരിയില വിഷമത്തോടെ പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. അതും പറഞ്ഞ് മണ്ണാങ്കട്ട കരിയിലയുടെ മുകളിൽ കയറിയിരുന്നു. കാറ്റ് ശക്തിയായി വീശി. ശക്തിയായ കാറ്റടിച്ചിട്ടും കരിയിലയ്ക്ക് മുകളിൽ മണ്ണാങ്കട്ട ഉണ്ടായതുകൊണ്ട് കരിയില പറന്നു പോകാതെ സുരക്ഷിതമായി ഇരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ കാറ്റ് നിന്നു. മണ്ണാങ്കട്ടയും കരിയിലയും വീണ്ടും യാത്ര തുടങ്ങി. കുറച്ചു ദൂരം കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമായി നടന്നു. അമ്പലത്തിന്റെ അരികിലെത്തിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ശക്തമായ മഴ വരാൻ പോകുകയാണ് കൂട്ടുകാരാ. ഇത്രയും ശക്തിയായി മഴ പെയ്താൽ ഞാൻ ശരിക്കും അലിഞ്ഞു പോകും, മണ്ണാങ്കട്ട സങ്കടപൂർവ്വം പറഞ്ഞു. പേടിക്കേണ്ട കൂട്ടുകാരാ, ഞാൻ നിന്നെ സഹായിക്കാം. അതും പറഞ്ഞ് കരിയില മണ്ണാങ്കട്ടയുടെ മുകളിലേക്ക് ഒരു കുട പോലെ ഇരുന്നു. അല്പനേരം ശക്തിയായി മഴ പെയ്തു. കരിയില അവസരോചിതമായി ഇടപെട്ട കാരണം മണ്ണാങ്കട്ടയ്ക്ക് ഒന്നും പറ്റിയില്ല. മഴ മാറിയ ശേഷം അവർ അല്പനേരം കൂടി നടന്ന് കാഴ്ച കണ്ടു. ശേഷം കരിയില പറഞ്ഞു, നമുക്ക് പൂന്തോട്ടത്തിലേക്ക് തിരിച്ചു പോയാലോ? കൂട്ടുകാർ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. മണ്ണാങ്കട്ടയും കരിയിലയും പരസ്പരം കൈകോർത്ത് പിടിച്ച് തിരികെ വീട്ടിലേക്ക് നടന്നു. ഗുണപാഠം: ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമന്റും തരണേ. മറ്റൊരു മലയാള കഥയുമായി അടുത്ത തിങ്കളാഴ്ച വീണ്ടും വരാം. ബൈ.